Hi friends, welcome back to Living Featherstone Designer Boutique. ഇന്നത്തെ വീഡിയോ ഓൺലൈൻ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് നമ്മൾ ലെഹങ്കയുടെ മെഷർമെന്റ് എടുക്കുക എന്നാണ് നോക്കുന്നത്. ഇതേപോലെയുള്ള ഇഞ്ച് ടേപ്പാണ് നമുക്ക് വേണ്ടിയത്. ഇതുപോലെ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടേപ്പാണ്. ഓക്കെ, അല്ല ചില കുട്ടികളുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ യൂസ് ചെയ്യുന്ന ടേപ്പ്, അതും ഇഞ്ചാണ്. പക്ഷെ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1ഉം 2ഉം തമ്മിൽ ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ 7 ലൈൻസ് ആയിരിക്കും വരുന്നത്. പക്ഷെ ആ ടേപ്പിൽ വരുമ്പോഴത്തേക്ക് 9ഓ 10ഓ ലൈൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ഇഞ്ചസിലും 2ഉം 3ഉം ഇത് കൂടി വരുമ്പോഴത്തേക്ക് ടോട്ടലി വരുമ്പോൾ നമുക്ക് ഒത്തിരി ഡിഫറൻസ് വരും. അങ്ങനെയാണ് ഒത്തിരി ഓൾട്രേഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്കിനി മെഷർമെന്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലെഹങ്കയുടെ മെഷർമെന്റ് എടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ സ്കേർട്ട് ഇടുന്ന എവിടെയാണെന്ന് ഫിക്സ് ചെയ്യാം. സ്കേർട്ട് എപ്പോഴും നേവലിന്റെ ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് മുകളിൽ ഹൈ വേസ്റ്റ് ആയിട്ടായിരിക്കണം സ്കേർട്ട് ഇടേണ്ടത്, ലെഹങ്കയുടെ സ്കേർട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സ്കേർട്ട് ഇടുന്ന പോയിന്റിൽ നിന്ന് സ്ട്രെയിറ്റ് താഴോട്ട് ഫ്ലോറിൽ ടച്ച് ചെയ്തതിന് ശേഷം ഹീൽസ് ഇടുന്നുണ്ടെങ്കിൽ ഹീൽസും കൂടെ ആഡ് ചെയ്ത് വേണം പറയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ലെങ്ത് 42 ആണെങ്കിൽ നന്നായിട്ട് ഫ്ലോറിൽ ടച്ച് ചെയ്ത് കിടക്കണം. അതിന്റെ കൂടെ ഹീൽസും കൂടെ ആഡ് ചെയ്ത്, ഇപ്പൊ 2 ഇഞ്ചിന്റെ ഹീൽ ആണെങ്കിൽ 44 എന്നായിരിക്കണം മെഷർമെന്റ് പറയേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എവിടെ നിന്നാണോ സ്കേർട്ട് ഇടാൻ ഉദ്ദേശിച്ച അവിടുത്തെ റൗണ്ട് ആയിരിക്കണം സ്കേർട്ടിന്റെ വേസ്റ്റ്. എപ്പോഴും മെഷർമെന്റ്സ് എടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി ടൈറ്റും ആവാൻ പാടില്ല, ഒത്തിരി ലൂസും ആവാൻ പാടില്ല. കറക്റ്റ് മെഷർമെന്റ് പറയാൻ പാടുള്ളൂ. ഓക്കെ, അടുത്തത് നമ്മൾ ടോപ്പിന്റെ മെഷർമെന്റ് ആണ് ഇനി എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ടോപ്പിന്റെ ലെങ്ത് ആണ് എടുക്കേണ്ടത്. നമ്മുടെ ഷോൾഡറിന്റെ ഈ ഒരു ഏരിയയിലായിരിക്കണം ടേപ്പ് വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ടേപ്പ് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ സ്കേർട്ട് ഇടുന്ന എവിടാന്ന് ഓൾറെഡി നേരത്തെ നോക്കിയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ടോപ്പിന്റെ ലെങ്ത് വേണ്ടുന്നത് ആ ലെങ്ത് എടുക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ കസ്റ്റമറിന് 14 ആയിരുന്നു ലെങ്ത് വേണ്ടി. അടുത്തത് നമ്മൾ ഷോൾഡർ ആണ് നോക്കുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഷോൾഡർ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നമ്മുടെ ഷോൾഡർ ബോൺ തൊട്ട് ഇപ്പുറത്തെ ഷോൾഡർ ബോൺ വരെ ആയിരിക്കണം മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട്. താഴേക്ക് ഇറക്കി അങ്ങനെ എടുക്കരുത്. കറക്റ്റ് ഈ ഒരു ഷോൾഡർ ബോൺ, അതായത് അതിനൊരു ഈസി മെത്തേഡ് ഉണ്ട് കണ്ടുപിടിക്കാൻ. അതായത് നമ്മുടെ ആം ഹോൾ ഇങ്ങനെ വരുന്നത് എവിടെയാണോ അവിടെ ആയിരിക്കും ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ തൊട്ട് ഇപ്പുറത്തെ അതേ സൈഡ് വരെ ആയിരിക്കണം ഷോൾഡർ എടുക്കേണ്ടത്. അതായത് ഇവിടുന്ന് ഷോൾഡർ ബോൺ ടു ഷോൾഡർ ബോൺ ആണ് ഷോൾഡറിന്റെ മെഷർമെന്റ് എടുക്കുന്നത്. അടുത്തത് ആം ഹോൾ ആണ്. അതായത് ഇങ്ങനെ റൗണ്ട് പിടിക്കുക, ലൂസും ആവരുത് ടൈറ്റും ആവരുത്, കറക്റ്റ് മെഷർമെന്റ് പറയാൻ പാടുള്ളൂ. അടുത്തത് ഇനി അപ്പർ ചെസ്റ്റ് ആണ്. അപ്പർ ചെസ്റ്റ് ബസ്റ്റ് ഷേപ്പ്. അപ്പർ ചെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് ബാക്കിൽ നിന്ന് ഇങ്ങനെ വന്ന് ആം ഹോളിന്റെ ഏരിയയിൽ കൂടെ കവർ ചെയ്ത് പോവുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫ്രണ്ടിലെയും ബാക്കിലെയും ടേപ്പിന്റെ ലെവൽ സെയിം ആയിരിക്കണം. ഫ്രണ്ടിൽ ഇങ്ങനെ കയറി ബാക്കിൽ ഇറങ്ങി കിടക്കാൻ പാടില്ല. രണ്ട് ലെവൽ സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ടും എടുക്കരുത്, ഭയങ്കര ലൂസ് ആയിട്ടും എടുക്കരുത്. അടുത്തത് ബസ്റ്റ് ആണ്. നമ്മൾ അപ്പർ ചെസ്റ്റ് എടുത്ത പോലെ തന്നെയാണ് ബസ്റ്റിന്റെ എടുക്കുന്നത്. ടേപ്പ് ഇങ്ങനെ റൗണ്ട് ആയിട്ട് പിടിക്കുക. ഫ്രണ്ടിലെയും ബാക്കിലെയും ടേപ്പിന്റെ ലെവൽ സെയിം ആയിരിക്കണം. ടൈറ്റും വേണ്ട ലൂസും വേണ്ട, കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കണം. ഓക്കെ, അതിനുശേഷം ഷേപ്പ് ആണ് വരുന്നത്. ഷേപ്പ് വരുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് കുറച്ച് ടൈറ്റ് വേണം. അതായത് ഓവർ ടൈറ്റ് അല്ല, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റ്നെസ്സിൽ വേണം ഷേപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്തത് ബസ്റ്റ് പോയിന്റ് ആണ്. ഷോൾഡറിന്റെ ഇവിടുന്ന് നെക്കിന്റെ അവിടുന്ന് സ്ട്രെയിറ്റ് പിടിക്കുക. ബസ്റ്റിന്റെ സെന്റർ വരുന്ന ലെങ്ത് ആണ് ബസ്റ്റിന്റെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് അവിടെ തന്നെ ടേപ്പ് വരച്ചോണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് മതി നമുക്ക് നെക്കിന്റെ ലെങ്ത് വേണ്ടത്. എത്രയാണോ നെക്കിന്റെ ഡീപ്പ് വേണ്ടിയത് അത് സ്ട്രെയിറ്റ് പറയുക. 5 ആണെങ്കിൽ 5, 6 ആണെങ്കിൽ 6. ഇങ്ങനെ ക്രോസ് വേണ്ട, നമുക്ക് സ്ട്രെയിറ്റ് ആണ് വേണ്ടിയത്. അതുകൊണ്ട് സ്ട്രെയിറ്റ് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ സെയിം ബാക്കിലെയും ബാക്ക് നെക്കും ഷോൾഡറിൽ ഇവിടെ വെച്ചിട്ട് ബാക്കിലോട്ട് എത്ര ഡീപ്പാണ് വേണ്ടിയത് ആ ഡീപ്പ് പറയുക. ഓക്കെ, നെക്സ്റ്റ് സ്ലീവ് ആണ്. ഷോൾഡറിന്റെ ഈ ഏരിയയിൽ നിന്ന് നമ്മുടെ ഷോൾഡർ ബോൺ, നമ്മൾ നേരത്തെ എടുത്ത ആ ഷോൾഡർ ബോണിന്റെ അവിടുന്ന് സ്ട്രെയിറ്റ് താഴേക്ക് സ്ലീവ് എടുക്കുക. ഷോൾഡർ ബോണിന്റെ അവിടുന്ന് സ്ട്രെയിറ്റ് താഴോട്ട് എത്രയാണോ സ്ലീവിന്റെ ലെങ്ത് വേണ്ടത് അതുപോലെ. അടുത്തത് സ്ലീവിന്റെ വിഡ്ത്ത് ആണ് വേണ്ടത്. സ്ലീവ് ഇപ്പൊ ഫുൾ സ്ലീവ് ആണെങ്കിൽ നമുക്ക് 3 മെഷർമെന്റ് വേണം. ഒന്ന് ഇവിടെ അതിങ്ങനെ റൗണ്ട് ആയിട്ട് എടുക്കുക, ഒത്തിരി ടൈറ്റും ആവില്ല ലൂസും ആവില്ല, കറക്റ്റ് മെഷർമെന്റ്. പിന്നെ ഇവിടുത്തെ മെഷർമെന്റ്, പിന്നെ ഇവിടുത്തെ മെഷർമെന്റ്, അങ്ങനെ 3 മെഷർമെന്റ്. ഈ 3 മെഷർമെന്റ് ആണ് നമുക്ക് സ്ലീവ് റൗണ്ടിന് വേണ്ടിയത്. ഇതുപോലെ ഫ്ലെയർ ആയിട്ടുള്ള ലെഹങ്കാസിന് ഇത്ര മെഷർമെന്റ്സ് മതി. ഇനി ഫിഷ് കട്ട് ലെഹങ്ക ആണെങ്കിൽ ജസ്റ്റ് ഹിപ്പ് റൗണ്ടും കൂടെ വേണം. ഹിപ്പ് റൗണ്ട് എടുക്കുമ്പോഴും ഒത്തിരി ലൂസും വേണ്ട ടൈറ്റും വേണ്ട, ഒരു ലേശം ലൂസിൽ, ഇത്രയും ഒരു ലൂസിൽ
എടുത്താൽ മതി ഹിപ്പ് റൗണ്ട്. ഇന്നത്തെ ഈ വീഡിയോ ഓൺലൈൻ കസ്റ്റമേഴ്സിന് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്